Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്ത് ചെയ്യണം എന്ന് നിനക്കറിയില്ലേ? എന്ത് ചെയ്യണം എന്ന് നിനക്കറിയില്ലേ? Don't you know what to do? Don't you know what to do? Don't you know എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ലേ? വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ന്. ഒരു നിമിഷം ചിന്തിക്കൂ, ഒരു നിമിഷം ചിന്തിക്കൂ. തിങ്ക് ഫോർ എ മിനിറ്റ്, തിങ്ക് ഫോർ എ മിനിറ്റ്. നീ ചെയ്യേണ്ടത് ചെയ്യൂ, നീ ചെയ്യേണ്ടത് ചെയ്യൂ. അല്ലെങ്കിൽ നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ, നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ. ഡു വാട്ട് യു ഹാവ് ടു ഡു, ഡു വാട്ട് യു ഹാവ് ടു ഡു. വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ചാൽ നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോ ഡു വാട്ട് യു ഹാവ് ടു ഡു. എന്താന്ന് വെച്ചാ ചെയ്യേ, എന്താന്ന് വെച്ചാ ചെയ്യേ. നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ പറയും എന്താന്ന് വെച്ചാ ചെയ്യേ. ഡു വാട്ട് എവർ വളരെ സിമ്പിളായിട്ട് രണ്ട് വാക്കിൽ പറയാവുന്ന കാര്യമാണ്. ഡു വാട്ട് എവർ. വാട്ട് എവർ എന്ന് വെച്ചാൽ എന്താണെങ്കിലും, ഡു വാട്ട് എവർ എന്ത് തന്നെയാണെങ്കിലും. ഇതിന്റെ ചെറിയൊരു വേരിയേഷൻ, നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യേ, നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യേ. ഡു വാട്ട് എവർ യു വാണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഡു വാട്ട് എവർ എന്ന് മാത്രം പറഞ്ഞു. ഇവിടെ ഡു വാട്ട് എവർ യു വാണ്ട്. നിനക്ക് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്യൂ. ഡു വാട്ട് എവർ യു വാണ്ട്. ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാ ചെയ്യേ, ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാ ഡു വാട്ട് എവർ ഈസ് റിക്വയർഡ്. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്. റിക്വയർഡ് എന്ന വാക്കിന് പകരം നമുക്ക് നീഡഡ് എന്ന് ഉപയോഗിക്കാം. അപ്പോ ഡു വാട്ട് എവർ ഈസ് നീഡഡ്. അപ്പോൾ എന്താണോ ആവശ്യം അത് ചെയ്യുക. ഡു വാട്ട് എവർ ഈസ് നീഡഡ് അല്ലെങ്കിൽ ഡു വാട്ട് എവർ ഈസ് റിക്വയർഡ്. ഇതിനെ നമുക്ക് വേറെ ഒരു രീതിയിലും പറയാവുന്നതാണ്. ഡു വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ. ഡു വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ. എന്താണോ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ചെയ്യുക. ഡു വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താന്ന് വെച്ചാ ചെയ്യേ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണാവോ അത് ചെയ്യേ എന്നാണ് പറയുന്നത്. ഡു വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ്. ഡു വാട്ട് യു തിങ്ക് ഈസ് റൈറ്റ്. നിനക്ക് ശരിയെന്ന് എന്താണോ തോന്നുന്നത് അത് ചെയ്യൂ. നീ പറയുന്ന പോലെ ചെയ്യേ, നീ പറയുന്ന പോലെ ചെയ്യേ. യു ഡു ആസ് യു ആർ ടോൾഡ്. യു ഡു ആസ് യു ആർ ടോൾഡ്. ആസ് യു ആർ ടോൾഡ്. നിന്റെ അടുത്ത് പറഞ്ഞത് എന്താണോ അത് ചെയ്യൂ. അത് ഇപ്പൊ തന്നെ ചെയ്യേ, അത് ഇപ്പൊ തന്നെ ചെയ്യേ. ഡു ഇറ്റ് റൈറ്റ് അവേ. ഡു ഇറ്റ് റൈറ്റ് അവേ. റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ. ഈ റൈറ്റ് അവേന് പകരമായി നമുക്ക് വേണമെങ്കിൽ നൗ, ഇപ്പോൾ എന്ന വാക്ക് ഉപയോഗിക്കാം. ഡു ഇറ്റ് നൗ. ഇപ്പോഴത്തേക്ക് അത് മാത്രം ചെയ്യൂ, ഇപ്പോഴത്തേക്ക് അത് മാത്രം ചെയ്യേ. ഡു ഓൺലി ദാറ്റ് ഫോർ നൗ. ഡു ഓൺലി ദാറ്റ് ഫോർ നൗ. ഓൺലി ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രം. ഫോർ നൗ ഇപ്പോഴത്തേക്ക്. നിനക്കത് ചെയ്യാൻ അറിയാമോ? നിനക്കത് ചെയ്യാൻ അറിയാമോ? ഡു യു നോ ടു ഡു ഇറ്റ്. ഡു യു നോ ടു ഡു ഇറ്റ്. നിനക്കത് എങ്ങനെ ചെയ്യണം എന്നറിയാമോ? നിനക്കത് എങ്ങനെ ചെയ്യണം എന്നറിയാമോ? ഡു യു നോ ഹൗ ടു ഡു ഇറ്റ്. ഡു യു നോ ഹൗ ടു ഡു ഇറ്റ്. ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ ചെയ്യണം. ഡു യു നോ നിനക്കറിയാമോ. അപ്പൊ നേരത്തെ നമ്മൾ ഡു യു നോ ടു ഡു ഇറ്റ് ചോദിച്ചു. ഇവിടെ ഡു യു നോ ഹൗ ടു ഡു ഇറ്റ്. നിനക്കിത് എങ്ങനെ ചെയ്യണം എന്നറിയില്ലേ. നിനക്കിത് എങ്ങനെ ചെയ്യണം എന്നറിയില്ലേ. ഡോണ്ട് യു നോ ഹൗ ടു ഡു ദിസ്. ഡോണ്ട് യു നോ ഹൗ ടു ഡു ദിസ്. ഹൗ ടു ഡു ദിസ്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഡോണ്ട് യു നോ നിനക്കറിയില്ലേ. നിനക്കിത് ചെയ്യാൻ അറിയും എന്നാണ് ഞാൻ കരുതിയത്. നിനക്കിത് ചെയ്യാൻ അറിയും എന്നാണ് ഞാൻ കരുതിയത്. ഐ തോട്ട് യു ന്യൂ ഹൗ ടു ഡു ദിസ്. ഐ തോട്ട് ഞാൻ വിചാരിച്ചു. യു ന്യൂ നിനക്ക് അറിയും എന്ന് ഞാൻ വിചാരിച്ചു. ഹൗ ടു ഡു ദിസ് ഇത് എങ്ങനെ ചെയ്യണം എന്ന്. സോ ഐ തോട്ട് യു ന്യൂ ഹൗ ടു ഡു ദിസ്. നോ എന്ന് പറഞ്ഞാൽ അറിയുക, അതിന് പാസ്റ്റ് ടെൻസ് ആണ്. ന്യൂ. തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, കരുതുക, വിചാരിക്കുക. അപ്പോ
തിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്. അപ്പോൾ ഐ തോട്ട്, ഞാൻ വിചാരിച്ചു, നിനക്ക് അറിയാമെന്ന്, യു ന്യൂ. നോ നോ എന്ന് പറഞ്ഞാൽ അറിയുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ. ഐ തോട്ട് യു ന്യൂ ഹൗ ടു ഡു ദിസ്. ആദ്യമായിട്ടാണോ ഇത് ചെയ്യുന്നത്? ആദ്യമായിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം യു ആർ ഡൂയിങ് ദിസ്? ഇസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം, ഇത് ആദ്യമായിട്ടാണോ യു ആർ ഡൂയിങ് ദിസ്, നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഇസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം യു ആർ ഡൂയിങ് ദിസ്. ഇതിനു മുൻപ് ഇത് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുൻപ് ഇത് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ ദിസ് ബിഫോർ? ഹാവ് യു ഡൺ ദിസ് ബിഫോർ? ബിഫോർ പറഞ്ഞാൽ ഇതിനു മുൻപ്. ഹാവ് യു ഡൺ ദിസ്? ഡു എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഡൺ. അപ്പൊ നിങ്ങളിത് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ ദിസ് ബിഫോർ? അത്രയും മതി എന്ന് തോന്നുന്നു. അത്രയും മതി എന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ടു ബി ഇനഫ്. ഇറ്റ് സീംസ് ടു ബി ഇനഫ്. സീം എന്ന് പറഞ്ഞാൽ തോന്നുക അല്ലെങ്കിൽ കാണപ്പെടുക. ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയാംവണ്ണം, അതായത് മതിയാവോളം. സോ ഇറ്റ് സീംസ് ടു ബി ഇനഫ്, അത് മതി എന്ന് തോന്നുന്നു. അപ്പോൾ ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.